ഹലോ ഗൈസ്, ഞാൻ കൃത്തിക. ഞാൻ ഇന്ന് പൈങ്കിളി മൂവിയുടെ ഒരു ക്വിക്ക് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് 3 മൂവി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ മൂവി കാണാമെന്നുള്ളതിന്റെ മെയിൻ റീസൺ സജീവ് ഗോപു എന്ന ആക്ടർ തന്നെയാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫാഫയാണ് ആൻഡ് ഇത് റിട്ടേൺ ബൈ ജിത്തു മാധവനാണ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബു ആണ്. പുള്ളിയുടെ ഡെബ്യൂ മൂവിയും കൂടിയാണിത്. ഇനി മൂവിയിലോട്ട് വരുമ്പോൾ ഈ മൂവിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു കോമിക് ബുക്കിലുള്ള ഒരു ക്യാരക്ടേഴ്സിനെ പോലെ തന്നെയാണ്. നമ്മൾ സിനിമയെ കാണുമ്പോൾ ഒരു കോമിക് ബുക്ക് ഒക്കെ കാണുന്ന പോലെ അതേ ഫീലാണ് നമുക്ക് കിട്ടുക. ഒരുപാട് ചിരിക്കാനുള്ള ഒരു മൂവിയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് സജിൻ ഗോപു, അനശ്വര, നമ്മുടെ ജിസ്മ പുള്ളിക്കാരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ആവേശത്തിലെ റോഷൻ ഉണ്ട്, ചന്തു ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്, അബുസലിം ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളൊരു മൂവിയാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെയും അഴിച്ചു വിട്ടേക്കുന്നത് പോലെയാണ്. ഒരു സട്ടിൽ ആക്ടിങ് അങ്ങനത്തെ ഒരു മൂവിയേ അല്ല ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് മ്യൂസിക് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. അത് അടിപൊളിയായിട്ട് തന്നെ ഈ മൂവിയോട് ഒത്തുപോകുന്ന ഒരു മ്യൂസിക് തന്നെയാണ്. നല്ല ഫീലോടെ നമുക്ക് ഈ മൂവി അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പേഴ്സണലി ഞാൻ എടുത്ത് പറയുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒന്നും എനിക്ക് പേഴ്സണലി അങ്ങോട്ട് കണക്ട് ആയില്ല. എന്നാലും തിയേറ്ററിൽ ഒത്തിരി ചിരികൾ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്നോട് ചോദിക്കുവായിരുന്നെങ്കിൽ റിവ്യൂ ഓക്കെ ഓക്കെ എന്നേ ഉള്ളൂ. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആ മൂവി എല്ലാം ബാലൻസ് ആയിട്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ മൂവിയാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ മൂവി. ഫാമിലി എന്റർടൈനർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കൂട്ടാൻ പറ്റും. ഇനി ഫൈനലായിട്ട് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ സജിൻ ഗോപു തന്നെയാണ്. പുള്ളിയാണ് ഈ മൂവിനെ മൊത്തത്തിൽ അങ്ങ് കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് ഇതിലെ മെയിൻ പോസിറ്റീവ് ഓൾസോ. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ മൂവി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കോമഡി പടം തന്നെയാണ്. അപ്പം ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻസിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ബൈ ബൈ.